എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ സജ്ന, ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ടൈംലെസ്, ജെൻഡർലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നോ അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റീഡിങ്ങിലേക്ക്. ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ടാരോനോട് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ജോലിയിലോ ഒക്കെ വളരെയധികം ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ ആവശ്യമായ പല സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ നേരിടുന്നത് എന്നാണ് കാണുന്നത്. ഈ സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നൊന്ന് സ്വയം വിലയിരുത്തണം. കൂടുതൽ അക്ഷമയോ ദേഷ്യമോ ഒക്കെ നിങ്ങൾ കാണിക്കാറുണ്ടോ? ഏതൊരു സാഹചര്യത്തെയും സൗമ്യതയോടെ നേരിടാൻ കഴിയണമെന്നാണ് ഇവിടെ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. നിങ്ങളിലുള്ള എടുത്തുചാട്ടം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിക്കുക. ശാന്തതയോടെ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ സാഹചര്യങ്ങളൊക്കെ മെല്ലെ നമുക്ക് അനുകൂലമാകുന്നത് കാണാൻ സാധിക്കും. ഏതൊരു സാഹചര്യത്തിന്മേൽ യഥാർത്ഥ നിയന്ത്രണം നേരിടാനുള്ള കഴിവിനെയാണ് ശക്തി എന്ന് പറയുന്നത്. അതിന് ബലമോ കായിക ശക്തിയോ അല്ല വേണ്ടത്. നമ്മുടെ ആന്തരിക ശക്തിയാണ് അവിടെ തെളിയേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം എന്നൊരു മെസ്സേജാണ് ചാരിയറ്റ് കാർഡ് തരുന്നത്. മറ്റുള്ളവർ തരുന്ന ഉപദേശങ്ങളെ മാനിക്കുക, എന്നാൽ അവസാന തീരുമാനം എപ്പോഴും നിങ്ങളുടേത് തന്നെ ആയിരിക്കണം. ഏത് കാര്യത്തിലായാലും. എന്ത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ഒരുപാട് ചിന്തിക്കുന്ന ആളാണോ നിങ്ങൾ? അങ്ങനെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, എന്നാൽ ചിന്ത മാത്രമായി പോകരുത്. ആക്ഷൻസ് വേഗം എടുക്കണം എന്നൊരു മെസ്സേജ് കാണുന്നു. അധികം വരുംവരായികളെക്കുറിച്ച് ഓർത്തിരുന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാവരുത്. സ്വന്തം അവബോധത്തിനനുസരിച്ച്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പെട്ടെന്ന് തീരുമാനമെടുക്കുക. ജീവിതത്തിൽ പലപ്പോഴും പലരിൽ നിന്നും, ചിലപ്പോഴെങ്കിലൊക്കെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരിൽ നിന്ന് പോലും വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ പേഴ്സണലായി എടുക്കരുത് എന്നാണ് ടാരോ നിങ്ങളോട് പറയുന്നത്. അതൊക്കെ അവരുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ അവരുടെ അരക്ഷിതാവസ്ഥയിലോ അല്ലെങ്കിൽ ആന്തരിക ഭയത്തിലോ നിന്നൊക്കെയാണ് അത്തരം വാക്കുകൾ വരുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സൗന്ദര്യപ്പിണക്കത്തിലാണെങ്കിൽ അതൊക്കെ മാറ്റി ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ് ഇതെന്നും കാണുന്നുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. ഭൂതകാലത്ത് ജീവിക്കാതെ വർത്തമാനകാലത്ത് ജീവിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോൾ സഹായം ചോദിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നു. നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് ചോദിക്കുകയേ വേണ്ടൂ. നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം അവർ തരും. അപ്പോൾ പ്രിയരെ, ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ വലിയ മാജിക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാം. വലിയ വലിയ മാജിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.